ഞാൻ മൈക്കിൾ ജാക്സൺ അങ്ങനെ വലിയൊരു ഫാൻ അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം സംതിങ് ചേഞ്ച്ഡ്. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ഇതൊരു ഫുൾ ബയോപിക് എക്സ്പെക്ട് ചെയ്ത് പോകരുത്. എനിക്ക് ഈ സിനിമയെ ഫീൽ ചെയ്തത് ദ റൈസ് ഓഫ് മൈക്കിൾ ജാക്സൺ അല്ലെങ്കിൽ ദ റൈസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോപ്പ് സ്റ്റാർ പാർട്ട് 1 ആയിട്ടാണ്. ഈ ഒരു സിനിമയിൽ മോസ്റ്റ്ലി ഫോക്കസ് കൊടുത്തിരിക്കുന്നത് 1965 വരെ 66 കാലഘട്ടം മുതൽ 1988 വരെയാണ്. ഹിസ് ചൈൽഡ്ഹുഡ്, ഹിസ് ഫാമിലി, ഹിസ് സ്ട്രഗിൾ, ഹിസ് അബ്യൂസീവ് ഫാദർ, ഈ ഒരു ഫാമിലി ആൻഡ് ഹിസ് റൈസ് ആണ് മോസ്റ്റ്ലി ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതൊരു നല്ലൊരു ഡിസിഷൻ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ബിക്കോസ് കംപ്ലീറ്റ്ലി ഒരു സിനിമയിൽ കുത്തിക്കയറ്റാണ്ട് 2 പാർട്ടായി ഡിവൈഡ് ചെയ്ത് കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്ത് കാണിക്കണം തന്നെയാണ് ഭംഗി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഞാൻ വാക്കുതരാണ്, മൈക്കിൾ എന്ന ക്യാരക്ടറായിട്ട് നിങ്ങൾ കണക്റ്റ് ആവും, ആ ഒരു വേൾഡിൽ നിങ്ങൾ ഇമേഴ്സ്ഡ് ആവും, ആ ഒരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഐക്കണിന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ റൂട്ട് ചെയ്യും. ആൻഡ് ജാഫർ ജാക്സൺ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആ ഒരു എറ വീണ് റീലിവ് ചെയ്യുന്ന പോലെയാണ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമ മോസ്റ്റ്ലി തന്നത്. പിന്നെ ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ്, ഇതിൻ്റെ വിഷ്വൽസ്, ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ കളർ എല്ലാം തീയായിരുന്നു. ആൻഡ് ഇതുവരെ മൈക്കിൾ ജാക്സന്റെ പാട്ടുകൾ എവിടെയെല്ലാം കേട്ടാൽ പോലും ഞാൻ മോസ്റ്റ്ലി ഇഗ്നോറാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ട് ഇതിൽ ഓരോ പാട്ടുകൾ വരുമ്പോഴും ഷസാം ഓണാക്കിയിട്ട് പാട്ടുകൾ സെർച്ച് ചെയ്യുമായിരുന്നു. ഞാൻ വീണ്ടും പറയുവാണ്, ഹോൾ ബയോപിക് ഇല്ല. ഫസ്റ്റ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ് മോസ്റ്റ്ലി ഡീസൻറ്റ് തന്നെയായിരുന്നു കേട്ടത് വെച്ചിട്ട്. ആൻഡ് സെക്കൻഡ് പാർട്ട് ഓഫ് ഹിസ് ലൈഫിലൂടെ കിടക്കുമ്പോഴാണ് കൂടുതൽ കോൺട്രവേഴ്സ്യൽ ആവണത്. സെക്ഷൽ ചൈൽഡ് അബ്യൂസും അതേപോലെ മാരീഡ് ലൈഫും അഡൾട്ട് ലൈഫും പ്രശ്നങ്ങളൊക്കെ പിന്നീട് കാണിക്കുന്നതും പിന്നീട് ആ ഒരു കയ്യിലുള്ള ഡിസീസ് അത് വളർന്ന് വരുന്ന എല്ലാം സെക്കൻഡ് പാർട്ടിനാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആൻഡ് ആസ് പെർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതാണ് കേട്ടത് സെക്കൻഡ് പാർട്ടിൻ്റെ. ഏതായാലും ഈ ഒരു സിനിമ നിങ്ങൾ കാണുക. ആൻഡ് ഞാൻ വാക്ക് തരുവാണ്, നിങ്ങളൊരു ബയോഗ്രഫി പ്രതീക്ഷിച്ച് പോവുക, ആ ഒരു ലൈഫ് അറിയണം എന്ന് മനസ്സിൽ വെച്ച് തന്നെ പോയി കാണുക. യു വിൽ ലവ് ദിസ് മൂവി, യു വിൽ ലവ് മൈക്കിൾ ജാക്സൺ, ആൻഡ് പ്ലീസ് ഡോണ്ട് മിസ് ദിസ് ഇൻ തിയേറ്റേഴ്സ്. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും.